ഇറ്റലിയിൽ പോകുമ്പോൾ പലപ്പോഴും അണ്ടർ റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ആകെ തിങ്ക് ചെയ്യാത്തൊരു കാര്യമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത്. സോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇൻ ഇറ്റലി? സോ ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ റിയലൈസ് ചെയ്യാൻ കുറച്ച് വൈകിയ ഒരു കാര്യമാണ്. ഒരുപാട് പേർക്കൊന്നും അറിയില്ല. അതായത് നമുക്ക് ഇവിടുന്ന് പോകുമ്പം ഇറ്റാലിയൻ ലാംഗ്വേജിൽ നമ്മൾ എക്സൽ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയാമെന്ന് സർട്ടിഫൈ ചെയ്യേണ്ട എക്സാംസോ അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ഗോ ദെയർ സിംപ്ലി നോയിങ് ഇംഗ്ലീഷ്. പക്ഷേ ടു സർവൈവ് ദെയർ യു ഷുഡ് നോ ഇറ്റാലിയൻ എന്നേ ഞാൻ പറയുള്ളൂ. ഞാനിപ്പോൾ ഭയങ്കര ബേസിക്സ് ഇറ്റാലിയൻ മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ദ ക്വാളിറ്റി ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു നോ ഇറ്റാലിയൻ. അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നതും അവിടെ പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം ഇറ്റ്സ് റിയലി ഹ്യൂജ്. ബിക്കോസ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം തൃശ്ശൂരിലുള്ള ഒരു മലയാളത്തിന് സ്ലാങ് ഒരു രീതിയാണെങ്കിൽ ട്രിവാൻഡ്രം അതുപോലെ കോട്ടയം അവിടെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റലിയിൽ ഇപ്പം എൻ്റെ ഒരു ഏരിയയിൽ സിച്ചിലിയൻ ഇറ്റാലിയൻ ആണ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റാലിയൻ. സോ നമ്മളവിടെ പോയിട്ട് ഇറ്റാലിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇറ്റാലിയൻ അറിഞ്ഞാൽ മാത്രമാണ് പാർട്ട് ടൈം ജോബ് കിട്ടൂ എന്നുള്ള ഒരു കാര്യമുണ്ടോ ഇറ്റലിയിൽ? ദാറ്റ് ഇസ് വെരി ട്രൂ. അത് സത്യമാണ്. നമുക്ക് ഇറ്റാലിയൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പാർട്ട് ടൈം കിട്ടുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ എ റീജിയണൽ തിങ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ഐ ഹവ് ബീൻ ഹണ്ടിങ് ഫോർ പാർട്ട് ടൈം ഫോർ ലൈക്ക് അറൗണ്ട് എൻ ഇയർ ആക്ച്വലി. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ അതേസമയം മിലാനിൽ അല്ലെങ്കിൽ റോം പോലെയുള്ള സ്ഥലങ്ങൾ ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ട്സ് ആണ്. സോ അവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നിൽക്കും, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും കുറേ പേര്. പക്ഷേ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ളൊരു പ്രദേശം ആയതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ ഫസ്റ്റ്ലി കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. അധികം റഷോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് സമ്മറിലൊക്കെയാണ് കൂടി വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പാർട്ട് ടൈം കിട്ടുള്ളൂ. സോ ഞാനവിടെ പോയ സമയത്ത് ഇങ്ങനെ പാർട്ട് ടൈം ഹണ്ടിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് അംബാസിഡർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പാർട്ട് ടൈം നോക്കുന്ന ആൾക്കാർ ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. ദെൻ ലേറ്റ് ഐ ഗോട്ട് ടു നോ ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി എ ഫാക്ട്. സോ ഇറ്റലി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്നാണോ ഗായത്രി പറയുന്നത്? പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോം മിലാൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ പാർട്ട് ടൈംസ് ഉണ്ട്. ഒബ്വിയസ്ലി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എന്തായാലും. പക്ഷേ അവിടെ അവൈലബിൾ ആണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പോകുന്നതിന് മുന്നേ അവിടുത്തെ എഡ്യൂക്കേഷനും ലൈഫ് സ്റ്റൈലിൻ്റെ ഒപ്പം തന്നെ അവിടെ പാർട്ട് ടൈം അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഇറ്റലിയിൽ പാർട്ട് ടൈം ചെയ്ത് എത്രത്തോളം എമൗണ്ട് ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ആസ് എ സ്റ്റുഡൻറ്റ്? ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ പോയ വർഷം നമുക്ക് സൊജോർണോ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, വിസയാണ്. അപ്പം അത് ഉണ്ടെങ്കിൽ നമുക്ക് അവറിനനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടും. അതില്ലാത്ത ഒരു ആൾക്കാണെങ്കിൽ ഇപ്പോൾ പോയ ഉടനെ നമുക്ക് സൊജോർണോ കിട്ടണമെന്നില്ല. സോ അത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് മന്ത്ലി ആണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നാണ് എൻ്റെ അറിവ്. സോ അതിനപ്പോൾ പേയ്മെൻറ്റ് ഇസ് ലൈക്ക് മന്ത്ലീൻ്റെ കാര്യം ഐ എം നോട്ട് ഷുവർ. പക്ഷേ അവർലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അവറിന് €8, €10, €12, €15 അങ്ങനെ വേരി ചെയ്യും. അത് നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ച്. ചിലപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലായിരിക്കും, ചിലപ്പം കൂടുതലും ക്ലീനിങ് ആണ്. വീട് ക്ലീൻ ചെയ്യുക, അതുപോലെ അവരുടെ എന്താ പറയുക ഡോഗ്സിനെ നോക്കുക, അതിനെ വാക്കിന് കൊണ്ടുപോകുക, അങ്ങനത്തെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തതിനും അവർ ഈ പറഞ്ഞ ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് വെക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വെയിറ്ററായിട്ട് പോകണമെങ്കിലും നമുക്ക് ലാംഗ്വേജ് അറിയണം. സോ അവരത് അനുസരിച്ചാണ് അവർ ആൾക്കാരെ എടുക്കുന്നത്. അപ്പം ഇറ്റലിയിൽ ഒരു പാർട്ട് ടൈമിൻ്റെ ഹവർലി ലിമിറ്റൊക്കെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാറുണ്ടോ? അതിനെപ്പറ്റി ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഐ എം നോട്ട് വെരി മച്ച് ഷുവർ അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ പാർട്ട് ടൈം ഞാൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സീനിയേഴ്സ് പാർട്ട് ടൈമിന് പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പാർട്ട് ടൈമിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്കറിയുള്ളൂ. അപ്പം ലൈക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവർ ഉള്ള സമയം നമ്മളെ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുപ്പിക്കുക, ആ ഒരു സംഭവമുണ്ട്. അത് കൂടുതൽ ഈ പറയുന്നത് നമ്മൾ ഇറ്റാലിയൻസിൻ്റെ വീടുകളിൽ വളരെ ക്ലീൻ ആയിട്ട് അവർക്ക് വെക്കണം. സോ അവർ എന്താ പറയുക റൂംസൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ജോബാണെങ്കിൽ അവർ ആളി പേയ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാം. നമുക്കതൊരു പ്രഷറാണ്. സ്റ്റുഡൻസിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീട് വിട്ട് നിൽക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു പ്രഷർ അത് ചിലപ്പോൾ അവർ റേസിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ റേസിസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവും. സോ അങ്ങനത്തെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പാർട്ട് ടൈംസ് അങ്ങനെ സ്റ്റുഡൻസ് ചൂസ് ചെയ്യണം ഞാൻ അധികം കണ്ടിട്ടില്ല. ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ടാണോ സ്റ്റുഡൻസ് പാർട്ട് ടൈം ചൂസ് ചെയ്യുന്നത് കുറവായിരിക്കുന്നത്?
അല്ല, അത് ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റിൻ്റെ പ്രശ്നമാണ്. ഞാൻ വരുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് വളരെ പ്രോപ്പറായിട്ട് എനിക്ക് അറിയുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ എൻ്റെ അറിവാണ്, അതായത് എൻ്റെ ഫ്രണ്ട്സും കണക്ഷൻസ് ഉള്ളത് കൊണ്ട് അറിയുന്നതാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് പോകുമ്പം കുട്ടികളുടെ മൈൻഡിലുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകണം, പുറത്ത് പോയി നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്നു, പാർട്ട് ടൈമിൽ നമ്മൾ ഏൺ ചെയ്യുന്നു, ആ ഏൺ ചെയ്ത് നമ്മൾ നാട്ടിലോട്ട് അയക്കുന്നു. ഈ ഒരു സ്കീമാണ്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് ഇത് മൈൻഡിൽ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ വെരി ബിഗ്, ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. പക്ഷേ എന്ന് വിചാരിച്ചത് ആർക്കും കിട്ടില്ല എന്നല്ല. പക്ഷെ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. നമ്മൾ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് ഒരു സെർച്ച് ചെയ്യണം. ഞാൻ പോകുന്ന സ്ഥലത്ത് പാർട്ട് ടൈം ഉണ്ടോ, എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ പല യൂണിവേഴ്സിറ്റീസിലും അവർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന രീതികൾ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ എല്ലാ കോഴ്സും ഓൺലൈനാണ് എക്സാംസ് നടക്കുന്നത്. അതുപോലെ എൻ്റെ സബ്ജക്റ്റിന് അവർക്ക് എൻ്റെ കോഴ്സിന് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അപ്പം ഈവൻ ഇഫ് ഐം നോട്ട് ദെയർ എനിക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ക്ലാസ്സസ്. അപ്പോൾ കുറേ കോഴ്സുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു ടൈം ഫ്രീ ആയിട്ട് കിട്ടണം. സോ ദേ ക്യാൻ ഡു സംതിങ് പ്രൊഡക്റ്റീവ് അറ്റ് ദ സെയിം ടൈം. പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവർ വെച്ചാൽ വേണമെങ്കിൽ ആ ഒരു ടൈം അവർക്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റലിയിൽ മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതൽ മ്യൂസിയംസ് അല്ലെങ്കിൽ മോണുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളുള്ള ഒരു കൺട്രിയാണ്. സോ ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസും സ്റ്റുഡൻസിന് അവിടെ ഓപ്പൺ ആണോ? ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈംസ് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് സമ്മറിൻ്റെ സമയത്ത്, സമ്മർ 2 മാസം ഉണ്ടാവും, ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡിൽ. അപ്പം ആ ഒരു ടൈമിൽ കൂടുതലും എന്താ പറയുക, കുട്ടികൾക്ക് പാർട്ട് ടൈംസ് കിട്ടും. ഈവൺ ഇഫ് യു ഡോണ്ട് നോ ഇറ്റാലിയൻ ചിലപ്പോൾ കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളനുസരിച്ച്. ഇപ്പം എൻ്റെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിന് നമ്മൾ മുന്നേ അപ്ലൈ ചെയ്തിടണം. നമുക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷേ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യാം. നമ്മൾ തന്നെ അതിനോട് പോയി നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക കോർണേഴ്സിൽ പോയി നമ്മൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മറിൻ്റെ സമയത്ത് ഒരുപാട് ഫോറിനേഴ്സ് വരും. സോ ഇറ്റാലിയൻ അറിയാത്തവർ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആവശ്യമാണ് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടു ഡീൽ വിത്ത് ദ ഫോറിനേഴ്സ്, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർട്ട് ടൈംസ് വെക്കേഷൻസിൻ്റെ സമയത്തൊക്കെ നമുക്ക് പിന്നെയും കിട്ടും.